പശ്ചിമ ബംഗാളിലെ ബി.ജെ.പി. നേതാവ് സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വെടിയേറ്റു മരിച്ചു. നോർത്ത് 24 പർഗനാസ് ജില്ലയിലെ മധ്യഗ്രാം മണ്ഡലത്തിൽ വെച്ച ഇന്നലെ രാത്രിയായിരുന്നു. ബംഗാളിലെ ബി.ജെ.പിയുടെ ചരിത്രപരമായ വിജയത്തിന് പിന്നാലെയാണ് കൊലപാതകമെന്നത് ശ്രദ്ധേയം. ഡ്രൈവർക്കൊപ്പം മുൻ സീറ്റിലിരുന്ന് കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ ഇരുചക്രവാഹനങ്ങളിലെത്തിയ അക്രമികൾ ചന്ദ്രനാഥ് രഥിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ബി.ജെ.പി. നേതാവ് സുവേന്ദു അധികാരിയുടെ പി.എ. ചന്ദ്രനാഥ് രഥിന് നേരെ അക്രമികൾ 2 തവണ നിറയൊഴിച്ചു. വെടിവെപ്പിൽ ഗുരുതരമായി പരിക്കേറ്റ രഥിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രഥിന് ഡ്രൈവർക്കും വെടിയേറ്റിട്ടുണ്ട്. ചന്ദ്രനാഥ് രഥിന്റെ നെഞ്ചിൽ 1-ലധികം വെടിയുണ്ടകളേറ്റിരുന്നു. വയറിലും വെടിയേറ്റതായി ഡോക്ടർമാർ പറഞ്ഞു. അക്രമികൾ രഥിന്റെ കാറിന്റെ വിൻഡോയിലൂടെ എതിർവശത്തു നിന്ന് വെടിവെക്കുകയും ആക്രമണം നടത്തിയ ഉടൻ തന്നെ രക്ഷപ്പെടുകയുമായിരുന്നു. അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അക്രമികളെ തിരിച്ചറിയാനും ആക്രമണത്തിന്റെ കാരണം കണ്ടെത്താനുമുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ചന്ദ്രനാഥിന്റെ മരണം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമെന്ന് സുവേന്ദു അധികാരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചന്ദ്രനാഥ് രഥിന്റെ കൊലപാതകത്തിൽ അപലപിച്ച് തൃണമൂൽ കോൺഗ്രസ് രംഗത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ CBI അന്വേഷണം നടത്തണമെന്ന് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഭവാനിപൂർ മണ്ഡലത്തിൽ മമതാ ബാനർജിയെ 15,000-ലധികം വോട്ടുകൾക്കാണ് സുവേന്ദു അധികാരി പരാജയപ്പെടുത്തിയത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.